ഗൈസ് വെൽക്കം ടു എ പുതിയ വ്ളോഗ്. എന്റെ മോനെ ഗൈസ്, ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് വാസ്. ഒരുപാട് സന്തോഷമായി. ഇത് നോക്കൂ, ഐ ആം എൻഗേജ്ഡ്. ഇനി മുതൽ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ കണ്ടു വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തില് ഭയങ്കര രസമായിരുന്നു ഗൈസ്. അച്ഛാ, അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ദിവസം? നല്ല രസമുള്ള ഒരു സന്തോഷപ്രദമായ ഒരു മുഹൂർത്തമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നീട് ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഓടി നടക്കിയിരുന്നല്ലേ? എന്ത് പറ്റിയമ്മ? ഓടി നടക്കുന്ന പറഞ്ഞാൽ ഗസ്റ്റിനെ വിളിച്ചാൽ ഒരുപാട് പേര് വരും അല്ലേ? അല്ല, ഗസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കണം. പിന്നെ അവർ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം. അതൊക്കെ നമ്മൾ വിളിക്കുന്ന ആതിഥേയന്റെ ഒരു മാനേഴ്സ് ആണ്. അതെ അതെ, മര്യാദയാണ്. അപ്പൊ ആ മര്യാദ പാലിക്കണ്ടേ വേണം. ഞാൻ കൃത്യമായിട്ടത് പാലിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഡയസിലും ഞങ്ങളെ കാണാം. ഇല്ല, ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കണ കേസ് ഇവർ രണ്ടുപേരെയും കാണാനില്ല. ഇവരെവിടെ അവസാനം പിടിച്ചു കൊണ്ടുവന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ഒരുപാട് പേര് വരുന്നു, പരിചയപ്പെടുന്നു. ഞാനാണെങ്കിൽ കുറഞ്ഞൊരു 100-150 ബന്ധുക്കളെങ്കിലും വർഷയ്ക്ക് ഇന്നലെ പരിചയപ്പെടുത്തി കൊടുത്ത് കാണും. അവ ആരെ ഓർമ്മ കാണൂല, അത് വേറെ കാര്യം. ഇന്നലെ മൊത്തത്തിലൊരു പറപ്പായിരുന്നു. അച്ഛാ, വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭംഗിയില്ലായിരുന്നു ഇന്നലെ കാണാൻ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാരും പറയാനുണ്ടായിരുന്നു. എന്തായാലും അത് അടിപൊളിയായി. എനിക്ക് പക്ഷെ നിങ്ങളോട് ചോദിക്കാനുള്ള ഇതൊന്നുമല്ല, എന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നീ ശരിക്കും നേരത്തെ ഒരു സിമപ്പന്നി പോലല്ലേ പഠിച്ചു കൊടുത്തിരുന്നില്ല. അഭിപ്രായം ചോദിക്കുമ്പോ ഞാൻ സ്വന്തം മോന്റെ മുഖത്ത് നോക്കി ബോഡി ഷേമിങ് കേസ്. അതൊരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആവശ്യത്തിന് വേണം. നന്നായിട്ട് എനിക്ക് തോന്നുന്നു 5-6 കിലോ കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? തോന്നുന്നു. അല്ല സാർ, 4.5 കിലോ കുറച്ച്. 4 കിലോ കുറഞ്ഞത് മരുന്ന് കഴിച്ചിട്ടില്ല, ഇല്ല വർക്കൗട്ട് ചെയ്തിട്ടില്ല, ഇല്ല, ആഹാരത്തിലുള്ള നിയന്ത്രണം കൊണ്ട് മാത്രമല്ലേ നിനക്ക് ഇത്രയും കുറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ആഹാരമൊന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് കുറച്ചതാണെന്ന്. എന്നല്ല ഗൈസ്, ഞാൻ മൂക്ക് മുട്ട തിന്നായിരുന്നു വീട്ടിൽ കിടന്ന്. ഞാൻ നല്ല ഫുഡ് കഴിക്കണില്ലായിരുന്നു അമ്മ. രാവിലെ ഐ മീൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്താണ് കുടിക്കണത് എല്ലാ ദിവസവും? കട്ടൻ കാപ്പിയിട്ട് കാപ്പിപ്പൊടി ഇട്ട് കാപ്പി ഇട്ടിട്ട് അതില് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കാപ്പി കുടിക്കും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഊണ് കഴിക്കും. ഒരു ശകലം ചോറും ഒരുപാട് കറികൾ കാണും. കറിയും മീൻ പൊരിച്ചതും എല്ലാം ആയിട്ട് കഴിക്കും. എന്നിട്ട് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ ചായയും ഒരു 15-20 ബദാം, അത്ര തന്നെ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി നീ വേറെന്തോ വാങ്ങി കഴിക്കുന്നു. രാത്രി കഴിക്കുന്നത് അൽഫാമാണ് സുഹൃത്തുക്കളെ. എല്ലാ ദിവസവും രാത്രി ഒന്നുകിൽ എനിക്ക് ചിക്കൻ അൽഫാം, അല്ലെങ്കിൽ എനിക്ക് ഫിഷ് അൽഫാം. ഇതിന്റെ ഇടയ്ക്ക് ഫുൾ ഡേയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്യും. പഴമെങ്ങാനും വിശക്കുകയാണെങ്കിൽ. ഇത്രയും വിഭവസമൃദ്ധമായ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എങ്ങനെ മെലിയുന്നു ഗൈസ്? ഇതിന്റെ രഹസ്യം ആകെപ്പാടെ ലക്ഷ്മി ചേച്ചിക്ക് മാത്രമേ അറിയാവൂ. ഞാൻ പറഞ്ഞില്ലേ, നീ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഇല്ല, ആഹാരം കഴിക്കാതിരിക്കുന്നില്ല, അതെ, എന്നാൽ മരുന്ന് കഴിക്കുന്നില്ല, അതെ, പക്ഷെ ബോഡിയുടെ വെയിറ്റ് ക്രമാനുസൃതമായിട്ട് കുറഞ്ഞു വന്നു. ബോഡിക്ക് യാതൊരു ദോഷവും വരാത്ത രീതിയിൽ. അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് നീ ഒന്ന് അന്വേഷിക്കുക. എന്റെ വയർ കൊണ്ടൊന്ന് കുറയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. വയർ മാത്രമായിട്ട് കുറയൂല, മൊത്തത്തിൽ കുറയുള്ളൂ ഗൈസ്. സത്യം ഇതെന്തോ ഒരു സംഭവമാണ്. ലക്ഷ്മി ചേച്ചി എന്റെ ഫിസിക്കൽ എല്ലാ ഡീറ്റെയിൽസും ചേച്ചിയുടെ കയ്യിലുണ്ട്. ചേച്ചിക്ക് എല്ലാ സ്റ്റാറ്റ്സും ഉണ്ട്, എന്റെ ബ്ലഡ് പ്രഷർ, ഷുഗർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇതുകൊണ്ട് ചേച്ചി എനിക്ക് അനുസൃതമായിട്ടൊരു സംഭവം സെറ്റ് ചെയ്തതാണ്. പക്ഷെ എന്റെ മോനെ എന്തൊരു ചേഞ്ച് ഗൈസ്. ഞാൻ 87 കിലോ ആയിരുന്നു. 87 കിലോ ആയിട്ട് ഞാൻ നിശ്ചയത്തിന് തൊട്ട് മുന്നേ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോയിട്ട് ഞാൻ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ഹേയ് ഗൈസ്, ഇപ്പോ 22 ഓഗസ്റ്റ് 2024, ഇനി എന്റെ നിശ്ചയത്തിന് വെറും 8 ദിവസം. ഞാൻ ആരെ കാണാൻ വന്നു? ഹലോ ലക്ഷ്മി ചേച്ചി, ഞാൻ ഓവർ വെയിറ്റ് ആണ് ചേച്ചി, ഷെഡ്യൂൾ സെറ്റല്ല. എങ്ങനെയൊക്കെ അൺഹെൽത്തി ആവാൻ പറ്റുമോ അതിന്റെയൊക്കെ പീക്കിൽ നിൽക്കുകയാണ്. അതെ, 7 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നതിലോട്ടുള്ള യാത്രയായിരിക്കും സുഹൃത്തുക്കളെ ഇവിടെ തുടങ്ങാൻ. നല്ലൊരു വ്യത്യാസം വരും നേരെ ചെയ്താൽ. നമുക്ക് നോക്കാം. ബാക്ക് ടു യു ഫ്യൂച്ചർ കാർത്തിക്. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ തുടക്കമാണ് ഗൈസ് ഇപ്പൊ നിൽക്കുന്നത്. 87 കിലോയിൽ തുടങ്ങിയ ഞാൻ നിശ്ചയത്തിന് രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ എനിക്ക് 82.5 കിലോ, 4.5 കിലോ കുറഞ്ഞ് 7 ദിവസം കൊണ്ട് ഇങ്ങനെ മൂക്കുമുണ്ട തിന്നുകൊണ്ട്. ഞാൻ കളിക്ക് പറയണല്ല, ഞാൻ ഉച്ചയ്ക്ക് ഊണെന്നൊക്കെ പറഞ്ഞ നല്ല ഗംഭീര ഊണുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഞാൻ ഊണായിട്ട് തിന്നോണ്ടിരുന്നത്. ഉണ്ട്, വൈകുന്നേരം ബദാം കഴിയാൻ അമ്മ പറഞ്ഞു. വൈകുന്നേരം ബദാം. അയ്യോ, VIP ഡയറ്റ്. ഇത്രയും വയറ് നിറച്ചിരുന്ന് ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ചേഞ്ച് ആവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേച്ചിക്ക് ഒരു വലിയ ഷൗട്ട് ഔട്ട് ഗൈസ്, പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾ എല്ലാവരും ചേച്ചിയെ പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും. കാരണം ഇത്ര പൊളിയാണ് ചേച്ചി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
സൂപ്പറാണ്. നമ്മള് ഹെൽത്തി ആയിട്ട് വിശന്ന് പട്ടിണി കിടക്കാതെ നമ്മുടെ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ ടെക്നിക്കും തോന്നുന്നു. എന്തായാലും ലവ് യു ചേച്ചി. ചേച്ചി തന്നെ അവിടെ പരിപാടിക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് ചേച്ചി തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം ചേച്ചി പറഞ്ഞ കണക്ക് ഞാൻ ചെയ്ത് എന്റെ ചേച്ചിയുടെ ചാറ്റ് ലിസ്റ്റിൽ ഫുഡിന്റെ ഫോട്ടോ അത് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ മീൻ പൊരിച്ചതൊക്കെ തിന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ തിന്നിട്ട് 4.5 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ലേ? ഇല്ലമ്മ, ഇല്ല. രാത്രി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വിശപ്പില്ല, വെള്ളം കുടിക്കും. സാധാരണ പാതിരാത്രിയൊക്കെ ആഹാരം എഴുതി കഴിക്കുന്ന ടൈപ്പല്ലേ? ഇത് അൽഫാമൊക്കെ രാത്രി തിന്നു കഴിഞ്ഞാൽ പിന്നെ വയറങ്ങ് സെറ്റ് ആവുക വെച്ചാ പിന്നെ വിശക്കൂല. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത് ഈ പരിപാടിക്ക് ഒരാഴ്ച മുന്നേ. അതിന് പരിപാടിക്ക് ഉള്ള ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരുന്നത്. ഇതൊരു അടിപൊളി ഗൈസ്. എന്റെ മോനെ പൊളിച്ച്. വളരെ വ്യത്യാസം. അതെ അതെ, ചേച്ചി സിംഗിൾ ഹാൻഡഡ്ലി നമ്മുടെ എല്ലാ ഫോട്ടോയിലും എന്നെ കളർഫുൾ ആക്കി തന്നു. ഈ തടി കുറഞ്ഞപ്പോ നിന്റെ മൂവ്മെന്റ്സ് ഫാസ്റ്റ് ആയി. അത് വരും ഒരു എജിലിറ്റി വരും. കുറച്ചുകൂടെ എനർജറ്റിക് ആയതുപോലെ ഒരു ഫീൽ ഞങ്ങൾക്ക്. അതെ. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ പുറത്തുനിന്നാണ് ഫുഡ്. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് പുറത്ത് ഊണ് കഴിക്കാൻ പോകാൻ വിളിച്ചിട്ടുണ്ട്. ടാറ്റ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, സോ ദാറ്റ് വാസ് മൈ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. ഞാൻ അതിനെ കുറിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചുകൊണ്ട് ഒരു റീൽ എങ്ങാനും ചാമ്പ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇടാം. കാരണം എനിക്ക് എത്ര ചേച്ചി ഇതിന്റെ പേരിൽ പൊക്കി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അമ്മാതിരി എഫക്റ്റ് എന്റെ ബോഡിയിൽ ഉണ്ടാക്കി തന്നു ഞാൻ മോനെ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സിറ്റിയിലോട്ട് പോകാൻ കഴിച്ച് എന്നിട്ട് പിള്ളേരുമായിട്ട് ജോയിൻ ചെയ്യാം. ഒന്നുകൂടെ ലവ് യു ലക്ഷ്മി ചേച്ചി, അടിപൊളിയാണ്. എല്ലാരും പുളിശ്ശേരി കടയിലോട്ട് വരാന്ന് പറഞ്ഞു. നല്ല ഊണ് കിട്ടുന്ന തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്. ഞാൻ എത്ര നാളായി നിങ്ങൾക്ക് ഫുഡൊക്കെ കാണിച്ചത്. ഇന്ന് ഞാൻ കാണിച്ചു തരും കേസ്. അതിന് മുന്നേ സന്ദീപേ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പറാണ്, അടിപൊളിയായിരുന്നു അല്ലേ? വന്ന എല്ലാരും ഹാപ്പി ആയില്ലേ? എല്ലാരും ഹാപ്പിയാണ്, നല്ല രസമായിരുന്നു കേട്ടോ, അല്ലാത്ത വൈബായിരുന്നു. ഇടാ നിശ്ചയത്തിന് ആള് കുറവെന്ന് പറഞ്ഞിട്ട് ഇത്രയും കല്യാണം ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിനെക്കാട്ടും പിന്നെ ഇതിന്റെ എമ്മടങ്ങ് ആൾക്കാരായിരിക്കും. കല്യാണം വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം നമുക്ക് പുളിശ്ശേരി കടയിൽ പോയി നല്ല അടിപൊളി പൊരിച്ച മീനോട് കൂടി ഒരു ഊണ് കഴിക്കാം. കുറച്ച് ചെറു കൂടുതൽ കറികൾ അതിന്റെ കൂടെ പൊരിച്ചു. അന്തസ്. ഇത് ഡയറ്റിന്റെ ഭാഗമാണ് കേട്ടോ. ഇത്രയും നല്ല ഡയറ്റ് കിട്ടിയ വേറെ ഒരു മനുഷ്യ ഈ ലോകത്ത് കാണൂല. വെയിറ്റില് വ്യത്യാസം വന്നില്ല, മുഖം ഒന്ന് ചൊട്ടിയല്ലേ? ചേച്ചി പറയണത് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 1-2 മാസം കൊണ്ട് ഞാൻ നേരെ ഇപ്പൊ 82 വരെ ആയില്ലേ, ഒരു 75 ആ ഒരു റേഞ്ചിലോട്ട് കയറുമെന്നാണ്. ബട്ട് ഹൗ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ലൊട്ടി ഒളി ഊണ് കഴിക്കാം. എടാ നോക്കടാ, നാണോ ഇല്ലാതെ ഒരു മാമൻ കഴിക്കണേന് മുന്നേ ടേബിൾ അപകരിച്ച കുഴപ്പമില്ല, ക്ഷമിച്ചു വിട്ടുതരാം. ആണോ? ആ ചേട്ടൻ വന്ന് കുറച്ച് ആട്ടുകാട്ടോ എടുത്ത് ഉണക്കമുന്തിരിയാണെന്ന് നീ തിന്നു. എന്നാലും ആപ്റ്റാണ് ഇവിടെ, സിറ്റുവേഷൻ കറക്റ്റ് ആണ്. നീ എന്തൊരു എടി നല്ല ഫുഡാണ്, കഴിച്ചിട്ട് പറയണം. അയ്യോ, നിനക്ക് മുമ്പ് കഴിച്ചോളൂല്ലേ? എടി ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റിൽ കയറി എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നില്ലേ എടി? അല്ലേടി, നല്ല വ്യത്യാസമില്ലേ? ഭീകരം എന്തിനാണ് ചോദിക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ ഊണ്. ചോറും സാമ്പാറും കഴിച്ചിട്ട് കുറച്ച് തോരനെടുത്ത് വെക്കാം. ഇന്ന് മീനിന്റെ പൊടി ഉള്ളത് കൊണ്ട് കുറച്ച് പൊടിയും കൂടെ വെച്ചിട്ട് ഒഴിയാളാം. ഇങ്ങനെ ഒരു ഉരുള കുഴച്ചെടുക്കുക. അടിപൊളി, കഴിച്ചിട്ടില്ല. ഓ, വിഭവസമൃദ്ധമായ ഊണും കഴിച്ചിട്ട് നമ്മൾ കൊച്ചുവേളിയിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ. വേളിയിൽ നിന്നാണ് ഇവരുടെ ട്രെയിന്. അപ്പൊ അതിനു മുന്നേ കൊച്ചുവേളി നമ്മുടെ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോവാം. എന്റെ മോനെ, എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയാമോ വേളിയിലോട്ടൊക്കെ വരണത്. ഇതാണ് ഞങ്ങളുടെ വേളി ടൂറിസ്റ്റ് വില്ലേജ്. അല്ല പേടിക്കണ്ട, ഇവിടെ പലതരം ഊഞ്ഞാലുകളും ഇരിക്കാൻ സ്ഥലങ്ങളും വള്ളങ്ങളും ഉണ്ട്. വരൂ എറണാകുളത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളെ. നമ്മൾ ട്രാക്കിലൂടെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ആ ട്രെയിനിൽ കയറാൻ വന്നപ്പോ നോക്കിയാണ് ഒരു മുട പിടിച്ച ആമ. എന്താ നോക്കുന്നേ? ആമേ, ഇതിന്റെ കൂട്ടത്തോട് വരുന്നു ആമ. ബാക്കി കുറെ വാവളയും മീനുകളും. ഒരു വലിയ ട്രെയിൻ ഗൈസ്. ബാക്കി കയറണം പറഞ്ഞിട്ടമ്മ. ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോണ ഒരു ഫീലായിരിക്കും കേട്ടാ. അത്രയും നമുക്ക് കാണും. ഞാൻ വേനലിൽ തുള്ളത് നീ പെയ്തു നീത് ഞാൻ. എന്തിനു കാണിക്കണേ അവള്? ഇരുവണ്ണ ശ്രീകാര്യം പൗടിക്കോണം പോത്തങ്കോടാ. ഒരുത്തം ശ്രീകാര്യം പൗടിക്കോണം പോത്തങ്കോട് വിളിക്കണം, നീ വിഴിഞ്ഞാൻ വിളിക്കണം. ഉച്ച ഇടിച്ചാടി
പാലം 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 വലിയൊരു പുതുക്ക് പാലമൊക്കെ വന്നു എന്റെ ഇടയിൽ കൂടെ. ഇതൊക്കെ എന്നടാ ഉണ്ടാക്കിയത്? ഇതൊക്കെ വെച്ചിട്ട് വന്നിട്ടില്ല. കോളേജിൽ പഠിച്ച സമയത്ത് എന്റെ മോനെ ഒറിജിനൽ ട്രെയിൻ കണ്ടിട്ടേ ഇല്ലാത്ത കുറെ മൊണ്ണകളെ പോലെ ഉണ്ട്. പുലികള് പാവങ്ങള് ഒരു കപ്പലൗട്ടി നടത്താൻ നോക്കിയപ്പോഴത്തേക്കും അത് ബ്ലർ ചെയ്ത് കളഞ്ഞിക്കടാ. നോക്കിയപ്പോ രണ്ടെണ്ണം ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ട്രെയിനിൽ കൂടെ വന്ന് വീഡിയോ എടുത്തോണ്ട് പോകണത്. ഗൈസ് ഇവിടെ ഒരു വലിയ ടണൽ. അയ്യോ നാക്ക് എല്ലാം നാക്ക് ടണൽ കണ്ടപ്പോഴത്തേക്ക് നിന്നല്ലേ എന്താ റെഡി. ഞാൻ വേറൊരു സാധനം തരാം. ടണലായോണ്ടാണ് പാർക്ക് ചെയ്തിട്ടത്. വെയിലാണെങ്കിൽ പോയാലേ. അവക്കൊരു കമ്പനി കൊടുക്കണ്ടേ? അടി അത് പിന്നെ ചിരിക്കണ്ട്. അത് രണ്ടെണ്ണം വേണോ അത്? അയ്യോ ഇരുട്ട് ഇരുട്ട് ഇരുട്ട്. തിരുവനന്തപുരം വിട്ട് ഒരെണ്ണം പോയിട്ടുമില്ല. കാലമാടന്മാര് ട്രെയിൻ പിടിച്ചു വന്നല്ലോ ഈശ്വര. എവിടെ എന്തൊരു ശുഷ്കാന്തി നോക്കണേ. എവിടെ കിട്ടിയില്ല എനിക്ക്. കിട്ടിയാണോ ടാറ്റ? ഓ അവന്റെ സന്തോഷം നോക്കണേ. ആ പെണ്ണാണെങ്കിൽ ഒരുമാതിരി വിശ്രമിച്ചിട്ട് ഇതൊക്കെ തേങ്ങയെന്ന്. ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന കേസ് ഇവരെ ഇറക്കി വിടാൻ. ടാറ്റ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്ന പരിപാടിയൊക്കെ അടിപൊളിയല്ലായിരുന്നാ? സെറ്റല്ലായിരുന്നാ? വർഷപ്പൊളിയല്ലേ? അപ്പൊ ശരി, അപ്പൊ പോയിട്ട് വരൂ. ലവ് യു ഗൈസ്. ബൈ ബൈ. ടാറ്റ. അപ്പൊ തിരുവനന്തപുരത്തുള്ള ബാക്കി പേരെടുത്ത് ടാറ്റ. ടാറ്റ ബൈ ബൈ. പൊളി പരിപാടി അല്ലേ? എന്ത് പറ്റി മക്കള്? ടാറ്റ. അപ്പം പിന്നെ കാണാം. ഓക്കെ ബൈ ബൈ. ഓക്കെ നമുക്ക് ഇനി സ്റ്റുഡിയോയിലോട്ട് പോയി ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്തായാലും ഇന്നലത്തെ തിരക്കും ബഹളത്തിന്റെയും അവസാനം ഇന്ന് നല്ലൊരു റിലാക്സിംഗ് ഡേ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗൈസ് അതായിരുന്നു ഇന്നത്തെ ദിവസം. അതായിരുന്നു എന്റെ ട്രാൻസ്ഫോർമേഷൻ കഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കൗട്ടും ഇല്ലാതെയാണ് ഈ ഒരു സംഭവം പോയത്. ചെറിയ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ഞാൻ അത് ഇങ്ങനെ ആലോചിക്കാറ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു രീതിയിൽ പിടിച്ചാലോ എന്ന്. എന്തായാലും ഇതാണ് എന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഫേസിലെ വ്യത്യാസങ്ങളും ആ ഒരു പഫിനെസ്സും ഒക്കെ മാറിയത് കണ്ടില്ലേ? എന്തായാലും ഗൈസ് ഓക്കെ. അപ്പൊ ലവ് യു. ബൈ ബൈ. പിന്നൊരു വീഡിയോയിൽ കാണാം.